لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. ഏറ്റവും ബഹുമാന്യരും ആദരണീയരുമായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം വിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും പുണ്യമാക്കപ്പെട്ട സമയങ്ങളിൽ നമ്മളിലേവരിലും ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. വലിയ ആശങ്കയിലാണ് ലോകം ഇപ്പോൾ ഉള്ളത്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് GCC രാജ്യങ്ങളിലൊക്കെയുള്ള നമ്മുടെ സഹോദരങ്ങളൊക്കെ, സ്വദേശികളും വിദേശികളുമായ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഇന്നലെ പോലും അവർക്ക് നമ്മൾ ഇന്നലെ നിർവഹിച്ചതുപോലെയുള്ള തറാവി നമസ്കാരം നിർവഹിക്കാൻ സാഹചര്യം ലഭിച്ചില്ല എന്നുള്ള സങ്കടകരമായ അവസ്ഥയാണുള്ളത്. നമുക്ക് ഈ സന്ദർഭത്തിൽ ചെയ്യാനുള്ളത് ലോകരാജ്യങ്ങളിൽ അല്ലെങ്കിൽ ലോകത്തുള്ള മനുഷ്യർക്കിടയിൽ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥന നിർവഹിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഇടങ്ങളിലും, എല്ലാ രാജ്യങ്ങളിലും, എല്ലാ സമൂഹങ്ങൾക്കിടയിലും സമാധാനം വർഷിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ റമദാനിന്റെ ഏതാണ്ട് 1/3 ഭാഗം നമ്മളിങ്ങനെ പൂർത്തിയാവാനിരിക്കുകയാണ്. സൗം എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുക എന്നുള്ളതാണ്. നമുക്ക് അല്ലാഹു അനുവദിച്ച കാര്യങ്ങൾ പോലും അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ പിടിച്ചു വെക്കുന്നതിനാണ് ശരിക്കും നോമ്പ് എന്ന് പറയുന്നത്. കാരണം നമുക്കൊന്നും ഇഷ്ടമില്ലാത്തൊരു സമയത്താണ് നമ്മൾ എഴുന്നേറ്റ് അത്താഴം കഴിക്കുന്നത്. പുലർച്ചെ 4 മണിക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു സമയമല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്താഴത്തിൽ ബർക്കത്തുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഈമാനികമായ ഒരു അവസ്ഥയോടുകൂടിയാണ് പുലർച്ചെ നമ്മൾ എഴുന്നേൽക്കുന്നത്. നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് വലിയ പ്രയാസമുള്ളൊരു സംഗതിയാണ് ബാങ്കിന് മുമ്പേ എഴുന്നേൽക്കുക എന്നുള്ളത്, സുബഹി ബാങ്കിന് മുമ്പേ എഴുന്നേൽക്കുക എന്നുള്ളത്. പക്ഷെ എഴുന്നേൽക്കാൻ മുസ്ലിം സമുദായത്തിന്, മുസ്ലിം ഉമ്മത്തിന് കഴിയും എന്ന് തെളിയിക്കുകയാണ് അള്ളാഹു 4 മണിക്കും 4:30 എഴുന്നേറ്റ് അള്ളാഹു നമ്മളെ ശീലിപ്പിക്കുകയാണ്. നമ്മളെ കൊണ്ട് തന്നെ അള്ളാഹു തെളിയിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക എന്നുള്ളതൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഹലാലായ സംഗതി തന്നെയാണ്. പക്ഷെ അത്താഴം കഴിച്ച് മഗ്‌രിബ് ബാങ്ക് ഇൻഷാ അല്ലാഹ് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞാൽ മഗ്‌രിബ് ബാങ്ക് കൊടുക്കും. അതുവരെ നമ്മൾ ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, നമുക്ക് ഹലാലായ സംഗതികൾ പോലും ചെയ്യാതെ, അത് നോമ്പിന്റെ ഒരു ഘടകമായി കണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാതെ നമ്മൾ അതിനു വേണ്ടി കാത്തു നിൽക്കുകയാണ്. അല്ലാഹു നമ്മൾ എടുക്കുന്ന റമദാനിലെ നോമ്പിന് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു വലിയ ദീർഘമായ പ്രഭാഷണത്തിന്റെ സമയമല്ല. ഞാൻ കുറച്ച് പോയിന്റ്സുകൾ ഇങ്ങനെ ഒരു എളിമയായ ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും അള്ളാഹുവിന്റെ അടുത്ത് സ്വീകാര്യത വരണമെങ്കിൽ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അൽ-ഹിഫാദു അലൽ ഇഖ്ലാസ്. ചെയ്യുന്ന കർമ്മങ്ങളോട് നമ്മളുടെ ആത്മാർത്ഥത എന്ന് പറയുന്നത്. എത്ര ആളുകൾ അത് കേൾക്കുന്നു, സ്വീകരിക്കുന്നു എന്നുള്ളതിനപ്പുറം നാം ചെയ്യുന്ന കർമ്മങ്ങൾ അത് വൃത്തിയിലും വെടിപ്പിലും അല്ലാഹുവിന്റെ അടുത്ത് പ്രതിഫലം ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ, നമ്മുടെ ഈമാൻ അത്
വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളാണ് നമ്മൾ വിശുദ്ധ റമദാനിൽ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. റമദാൻ എന്ന് പറഞ്ഞാൽ ശക്തമായ ചൂടുള്ള സമയത്ത് മരുഭൂമിയിലെ പൂഴി അത് ചൂടാകും. അത് ചൂടാകുന്ന സമയത്ത് അല്പം വെള്ളം അതിലേക്ക് വീണാൽ അത് ഒന്ന് ഉരുകുന്ന മാതിരി ഒരവസ്ഥയുണ്ടാവും. അതിനാണ് അറബികൾ റമദാൻ എന്ന് വിളിക്കുന്നത്. അതിൽ നിന്നാണ് റമദാൻ എന്നുള്ള ആ പദം എടുത്തിട്ടുള്ളത്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞു പറയാതെയും ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കരിച്ചു കളയുകയാണ്. അങ്ങനെ ഒരു ചാൻസ് ഇനിയുള്ള 11 മാസം കിട്ടൂല. ഈ മാസം മാത്രം അല്ലാഹു നൽകുന്നതാണ്. അപ്പൊ ഈ മാസത്തെ കുറിച്ച് നമ്മൾ പറയാൻ പാടില്ല, അത് ഞാൻ അറിയാതെ അങ്ങ് കഴിഞ്ഞുപോയി റമദാൻ എന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട് അത് നമ്മളെ ഹൃദയവുമായി ബന്ധപ്പെട്ട് സ്പർശിച്ചിട്ടായിരിക്കണം ഈ റമദാൻ നമ്മൾ ഇത് വിട പറഞ്ഞു പോകേണ്ടത്. എന്നാൽ ഈ വിശുദ്ധ റമദാനായിട്ടും ഒരു ഈമാനോടുകൂടി ഒരു ഇഖ്ലാസോടുകൂടി പള്ളിയിലേക്ക് പോകാൻ എത്രയോ മുസ്ലിം സമുദായത്തിലെ മെമ്പർമാരുണ്ട്. ഇപ്പൊ പുതിയ തലമുറക്ക് ഈ റമദാൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വൈബാണ്. പുതിയ എല്ലാവരും അങ്ങനെയാണെന്നല്ലോ ഞാൻ പറയുന്നത്. എല്ലാം വൈബാണ്, എല്ലാം വൈബാക്കിയാണ്. റമദാൻ എങ്ങനെ വൈബാകാം? അപ്പൊ പലപ്പോഴും ഞാൻ താമരശ്ശേരി ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ രാത്രി സമയങ്ങളൊക്കെ യാത്ര ചെയ്ത് വരുന്ന സമയത്ത് പല ഭാഗങ്ങളിൽ കാണാം ചെറിയ ചെറിയ ടെന്റുകൾ. 2-3 വർഷമായി അതിങ്ങനെ ഉയർന്നു വരികയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സമുദായത്തിലെ കുട്ടികൾ മഗ്‌രിബ് നമസ്കാരം അല്ലെങ്കിൽ മഗ്‌രിബിൽ നോമ്പ് തുറന്നതിന് ശേഷം അവരൊരു പ്രത്യേക വൈബിന് വേണ്ടി അവർ ചില ഇടങ്ങളിലേക്ക് പോവുകയാണ്. അവര് പള്ളികളിൽ തറാവീഹ് നമസ്കരിക്കാൻ അവരെത്തുന്നില്ല, രാത്രി ഇശാ ജമാഅത്തിന് അവരെത്തുന്നില്ല. ആ ഒരു പുണ്യമായ സന്ദർഭത്തിൽ അവരുടെ സാന്നിധ്യമില്ലാതെ അവരുടെ പല സമയങ്ങളും സന്ദർഭങ്ങളും ഇത്തരം വൈബ് ഇടങ്ങളിൽ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ ഉമ്മത്തിനെ വളരെ ഗൗരവപൂർവ്വം നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടത്. ഈമാൻ അത് ദുർബലമായി പോവുകയാണെങ്കിൽ അത് വീണ്ടും വീണ്ടും ദുർബലമായി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സുമ്മ ഖസസ്തു ഖുലൂബുകും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറ ഔ അശദ്ദു ഖസ്വ. തങ്ങളുടെ മനസ്സുകൾ കടുത്തുപോയ ആളുകൾ അവരുടെ മനസ്സിനെ അല്ലാഹു വിശേഷിപ്പിക്കുന്നത് കൽ ഹിജാറ എന്നാണ്. ഹിജാറ എന്ന് പറഞ്ഞാൽ കല്ല്. ഹജർ എന്ന് പറഞ്ഞാൽ ഹജറുൽ അസ്വദ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഹജറുൽ അസ്വദ് എന്ന് പറയാൻ കാരണം കറുത്ത കല്ല്, അത് കല്ലായതുകൊണ്ടാണ് ഹജർ എന്നതിൽ വിശേഷിപ്പിക്കുന്നത്. അവർ മനുഷ്യന്റെ മനസ്സിനെ ഈമാൻ ദുർബലമായ ഇസ്ലാമിക കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു മനുഷ്യന്റെ മനസ്സിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചത് കൽ ഹിജാറത്ത് എന്നാണ്. ഔ അശദ്ദു ഖസ്വ. അശദ്ദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കടുത്തത് എന്നാണ്. ഒന്നിനോട് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. ഒരു നന്മയുടെ കാര്യത്തിലും അവരുടെ മനസ്സ് തിരിച്ചു വെക്കാൻ അവർക്ക് നേരം ഉണ്ടാവും. ഇപ്പൊ എല്ലാവരും പറയുന്നതാണ് സമയമില്ല. ഐക്യരാഷ്ട്രസഭയുടെ പ്രസിഡന്റിനും നമ്മുടെ നാട്ടിലെ ഒരു മുനിസിപ്പൽ കൗൺസിലർക്കും അല്ലെങ്കിൽ ഒരു വാർഡ് മെമ്പർക്കും അല്ലാഹു നൽകിയ സമയം 24 മണിക്കൂറാണ്, 24 hours ആണ്. എത്ര ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും വളരെ സാധാരണക്കാരൻ എന്ന് പറയുന്നവരും അല്ലാഹു അനുവദിച്ച വഖ്ത് അത് 24 മണിക്കൂറാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് അത് എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. നമ്മൾ എങ്ങനെയാണ് അതിനെ ഉപയോഗപ്പെടുത്തുന്നത്? വിശുദ്ധമായ റമദാനിന്റെ സമയത്തെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത്? ആരാധനയിൽ ഭക്തിയില്ലാതായി പോകുന്ന ഒരു വലിയ സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയും. ചില ആളുകൾ പറയുന്നത് ഒരു ഖുശൂ കിട്ടുന്നില്ല. എന്താണ് ഖുശൂ എന്ന് പറഞ്ഞാൽ? ഭക്തിയാണ്. നമ്മൾ നമസ്കരിക്കുമ്പോൾ, നമ്മൾ ആരാധനകൾ നിർവഹിക്കുമ്പോൾ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, സ്വതക്ക നൽകുമ്പോൾ, നല്ല നല്ല കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ഭക്തി ഉണ്ടാകുക, ഒരു ഖുശൂ ഉണ്ടാകുക എന്നുള്ളത് നമ്മുടെ മനസ്സിൽ നിന്ന് വരേണ്ടതാണ്. ഇപ്പൊ എന്തുകൊണ്ട് അത് ലഭിക്കുന്നില്ല എന്നുള്ളത് പരിശോധിച്ചു നോക്കിയാൽ അതൊരു തരത്തിലുള്ള മടി സഹോദരന്മാരെ അവിടെ കാണാൻ കഴിയും. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഇദാ ഖാമു ഇല സ്വലാത്തി ഖാമു ഖുസാല. അവർ നിസ്കരിക്കാനൊക്കെ ഇങ്ങനെ നിൽക്കും, പക്ഷെ അവർ ഉദാസീനരായിക്കൊണ്ട് മടിയന്മാരായിക്കൊണ്ടായിരിക്കും അവർ നമസ്കാരത്തിന് വേണ്ടി സഫിൽ നിൽക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇത് ഈമാൻ കുറഞ്ഞ ആളുകളുടെ ലക്ഷണമാണ്. നമ്മൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ ഈമാൻ കുറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ചില അടയാളങ്ങളാണ് ഇത്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ യസാലുൽ ഖൗം, ഒരു ഖൗം, ജനത അവരെന്ത് ചെയ്യും? അവര്
അവർ ഒന്നാമത്തെ സഫിൽ നിന്ന് പിന്മാറി നിൽക്കുന്നു. എല്ലാവരും കയറി നിൽക്കട്ടെ. കുറെ ആളുകളുണ്ട് ഈ ടാക്സിയിൽ ആളെ കയറ്റുന്ന മാതിരി എല്ലാവരും ഇങ്ങനെ കയറ്റി നിർത്തുന്നവരല്ല. അവര് മുമ്പിൽ നിൽക്കില്ല, എല്ലാം ഇങ്ങനെ മുന്നോട്ട് നിൽക്കുന്നു. ശരിക്കും നമ്മുടെ അവസരങ്ങളെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഒന്നാമത്തെ സഫിലേക്ക് കയറി നിന്ന് ആ ഒന്നാമത്തെ സഫിന്റെ പുണ്യം നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ പലപ്പോഴും അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവർക്ക് ഈമാനികമായ ചില കുറവുകൾ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരായത്തോടെ അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിക്കുകയാണ്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദഊനനാ റഅബൻ വറഹബ വകാനൂ ലനാ ഖാശിഈൻ. ഉത്തമമായ കാര്യങ്ങൾക്ക് ധൃതി കാണിക്കുന്നവരായിരിക്കും സത്യവിശ്വാസികൾ. അത് നാളേക്ക് മാറ്റി വെക്കൂല. ഇന്ന് രാത്രി അല്ലെങ്കിൽ ഇന്ന് ഇവിടുന്ന് നമ്മൾ അസ്ർ നിസ്കരിച്ചു, ഇന്നത്തെ മഗ്‌രിബ് നമസ്കാരം അല്ലെങ്കിൽ ഇന്നത്തെ എന്റെ ഇഫ്താർ, എന്റെ നോമ്പ് തുറ എന്റെ ജീവിതത്തിൽ അവസാനത്തെ നോമ്പ് തുറയാണെന്ന് വിചാരിച്ച് ഒന്ന് തുറന്നു നോക്കേണ്ടി. നമ്മള് എല്ലാ കാര്യത്തിലും അല്ലാത്തൊരു ഈമാനികമായ ഇതുണ്ടാവും. കഴിഞ്ഞ ദിവസം അജ്മാനിൽ നിന്ന് മരണപ്പെട്ട ചെറുപ്പക്കാരുടെ വയസ്സ് 32. ഒരുപാട് പ്രവാസികൾ, നമ്മളിൽ നിന്ന് ചെറുപ്പക്കാരായ പ്രവാസികൾ വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രവാസ ലോകത്തുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അവര് നാട്ടിലേക്ക് ലീവിനൊക്കെ വേണ്ടി തയ്യാറായി നിൽക്കുന്ന സമയത്ത് പെട്ടെന്നാണ് അവരെ മരണം പിടികൂടുന്നത്. അത് കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പൊ അവരുടെ വയസ്സ് വളരെ അവര് നാട്ടിലേക്ക് ഒരുക്കി വെച്ച സാധനങ്ങൾ പോലും, വസ്തുക്കൾ പോലും വളരെ സന്തോഷത്തോടു കൂടി തന്റെ കുടുംബത്തിൽ എത്തിക്കാനോ അവരുടെ കൂടെ ആ സന്തോഷത്തിൽ പങ്കിടാനോ തൗഫീഖില്ലാതെ എത്രയോ കഴിഞ്ഞ ആഴ്ചകളിൽ മരണപ്പെട്ടു പോയി എത്രയോ ചെറുപ്പക്കാരുണ്ട്. അവരൊന്നും മോശക്കാരായ ആളുകളൊന്നുമല്ല. പക്ഷെ അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് അവർ കീഴടങ്ങി. അള്ളാഹു നിശ്ചയിച്ച അവരുടെ സമയം 30 വയസ്സ് അല്ലെങ്കിൽ 33 അല്ലെങ്കിൽ 27, 25 വയസ്സൊക്കെയാണ്. എത്രയോ സഹോദരങ്ങൾ നമ്മളിൽ നിന്നും കഴിഞ്ഞ വർഷങ്ങളെയൊക്കെ ആയിട്ട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ മക്കളടക്കം അള്ളാഹു അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട്, അല്ലെ? പണ്ടുള്ള ഉമ്മമാരൊക്കെ പറയായിരുന്നു ദുആയിരക്കരുത്. എന്താ ഇരക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ഇറക്കാൻ പാടില്ല, യാചിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചൊരു സംഗതിയാണ് മനുഷ്യന്മാർ യാചിക്കുക എന്ന് പറയുന്നത്. യാചന പാടില്ല എന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ സക്കാത്ത് സംവിധാനവും ശല്യമൊക്കെ കാര്യക്ഷമമാണെന്ന് പറയുന്നത്. ഒരു മഹല്ലിലെ ഫക്കീറിനെ കണ്ടെത്തി അവന് സക്കാത്തിന്റെ വിഹിതം നൽകി അവനെ പടിപടിയായി ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് മുസ്ലിം സമുദായത്തിന്റെ ഉമ്മത്തിന്റെ ഉത്തരവാദിത്തമാണ്. മഹാനായ ഉമർ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലഘട്ടത്തിലൊക്കെ സക്കാത്ത് വാങ്ങാൻ ആളില്ല എന്ന ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ മഹല്ല് സംവിധാനങ്ങളിലൊന്നും ഇപ്പോഴും നമസ്കാരത്തെ കുറിച്ച് പറയും പോലെ, നോമ്പിനെ കുറിച്ച് പറയും പോലെ, ഇഫ്താറിനെ കുറിച്ച് പറയും പോലെ, ഹജ്ജിനെ കുറിച്ച് പറയും പോലെ, ഉംറയെ കുറിച്ച് പറയും പോലെ സക്കാത്തിനെ കുറിച്ച് ചർച്ച വരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കുറെ ആളുകൾ ഇന്നും ദരിദ്രരായി പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി മുസ്ലിം ഉമ്മത്തിൽ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് മനസ്സ് കടുത്തു പോകുന്ന ആളുകൾ, ആരാധനയിൽ ഭക്തിയില്ലാത്ത ആളുകൾ, ഒന്നാമത്തെ സഫിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന ആളുകൾ, ഇസ്ലാമിക കാര്യങ്ങളോടൊന്നും താല്പര്യമില്ലാത്ത പിന്തിരിഞ്ഞു പോകുന്ന ആളുകൾ ആലോചിക്കേണ്ടത്, അവർ മനസ്സിലാക്കേണ്ടത് മഹാനായ പ്രവാചകന്മാർ, മഹാന്മാരായ പ്രവാചകന്മാർ അവർ അല്ലാഹുവിനോട് ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദഊനനാ റഅബൻ വറഹബ വകാലൂ ലനാ ഖാശിഈൻ. താഴ്മയോടുകൂടി അല്ലാഹുവിനോട് ഭയപ്പെട്ട്, പടച്ചതമ്പുരാനോട് ഭയപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ആളുകളായിരുന്നു പ്രവാചകന്മാർ വരെ. ഇന്നലെ നമ്മൾ ഒരുപാട് ആളുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസിയത്ത് നൽകിയിട്ടുണ്ട്. ചില ആളുകൾ പറഞ്ഞ പ്രവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. ഞാനതിനെതിരാണ്. പ്രവാസികൾക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ലോകത്തുള്ള മുഴുവൻ ജനതയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ലോകത്തിന്റെ പരീക്ഷിക്കപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി, ആ കൂട്ടത്തിൽ നമ്മുടെ മക്കൾക്കും പ്രവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രവാസികൾക്ക് വേണ്ടി മാത്രമെന്ന് പറയുമ്പോൾ ആ പ്രവാസികൾ ജോലി ചെയ്യുന്ന, പ്രവാസികൾ മഴച്ചെടുക്കുന്ന ആ രാജ്യം അല്ലാഹു നിലനിർത്തട്ടെ. അവിടെയുള്ള ഭരണാധികാരികൾ അല്ലാഹു നിലനിർത്തട്ടെ. അവിടെ ശാശ്വതമായ സമാധാനം, നിർഭയത്വം, അന്ന് അല്ലാഹു നിലനിർത്തട്ടെ. നമ്മൾ ചോദിക്കേണ്ട കുറച്ചുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു വക്കിലിരുന്ന് മാത്രം ദുആ ചെയ്യുന്ന ആളുകളാവരുത്. ആമായിട്ടുള്ള ദുആ, അതാണ് എല്ലാ മസ്ജിദുകളിൽ നിന്നും, ഈ പള്ളിയിൽ നിന്നും കഴിഞ്ഞ വെള്ളിയാഴ്ച മിമ്പറിൽ നിന്ന് നമ്മുടെ ഖതീബ് ദുആ ചെയ്തിട്ടുണ്ടാവും, അല്ലാഹുമ്മ അഫ്ൽ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ആരായതൊക്കെ? ഇവിടുത്തെ ഈ കാട്ടുകുളങ്ങര സലഫി മസ്ജിദിൽ വന്ന് ജുമുഅക്ക് പങ്കെടുക്കുന്ന സഹോദരന്മാർ മാത്രമല്ല, മുഴുവൻ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഗ്ലോബലായിട്ട്
മുഴുവൻ മനുഷ്യന്മാർ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാമുള്ള മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അപ്പോൾ നമ്മുടെ ദുആയിൽ കുറച്ചുകൂടി സങ്കുചിതത്വം ഒഴിവാക്കി ഒന്നുകൂടി ഒരു വിശാലത വേണം. നമ്മുടെ പ്രാർത്ഥനയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തണം. ദുർബലരെ, അശനരെ, രോഗികളെ, അങ്ങനെ എല്ലാ വിഭാഗം ആളുകളെയും, സഹോദരങ്ങളെ, സഹോദരിമാരെ നമ്മൾ ഉൾപ്പെടുത്തണം. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്നതിൽ ഒരു മടി ഉണ്ടാവുന്നത്. ചില ആളുകൾ നോമ്പിന് പഠിക്കൂല. അപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ പറയും നോമ്പല്ലേ എന്ന് പറയും. നോമ്പ് അങ്ങനെ ജോലി ചെയ്യാതിരിക്കാനോ മടിയോടുകൂടി ഇരിക്കാൻ ഒരു ആരാധനയേ അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖസ്ല് അത് പ്രത്യേകം എടുത്ത് ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ അലസതയിൽ നിന്നും മടിയിൽ നിന്നും അല്ലാഹുവേ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിക്ക് മടി ഉണ്ടായിട്ടാണ്. മദീനയിലെ അങ്ങാടിയിൽ നിന്ന് പട്ടണത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായ സമയത്ത് സഹാബികൾ എല്ലാവരും എഴുന്നേറ്റ് പോയി നോക്കുമ്പോൾ ഒരാളുണ്ട് അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്നു. അതാണ് നമ്മുടെ മുത്ത് റസൂൽ നബീന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നേതാവ്. പ്രവാചകൻ ഒരു മടിയില്ലായിരുന്നു. പ്രവാചകന്റെ ജീവിതത്തിന്റെ ഒരു രംഗത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മടി കാണിച്ചിട്ടില്ല എന്ന് സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ നോമ്പ് കൊണ്ട് നമ്മൾ ആർജിച്ചെടുക്കേണ്ടത് ഇടുങ്ങിയ ചിന്താഗതി നമ്മൾ ഒഴിവാക്കണം. നമ്മുടെ മനസ്സിനെ ഒന്നുകൂടി വിശാലമാക്കണം. ആ ഇടുങ്ങിയ ചിന്താഗതിയാണ് നമ്മളെ ഒരു ചാഞ്ചാടുന്നൊരു മനസ്സ് നമുക്കുണ്ടാക്കുന്നത്. അതിന് ഒന്നാമതായി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക്, നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരങ്ങൾക്ക്, നമ്മളുടെ നോമ്പിന്, നമ്മുടെ ഇഫ്താറിന്, നമ്മുടെ സ്വതക്കയ്ക്ക്, നമ്മുടെ സക്കാത്തിനൊക്കെ നമുക്ക് വേണ്ടത് അതിനോടുള്ള ആത്മാർത്ഥതയാണ്. ഇഖ്ലാസോടുകൂടി നമ്മളത് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ചില ആളുകൾക്ക് ഇപ്പൊ നമ്മൾ ഖുർആനൊക്കെ കുറേ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പതിവിൽ നിന്ന് വിപരീതമായി ഏറ്റവും കൂടുതൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുന്ന ഒരു സമയവും സന്ദർഭമാണ്. ഇതിൽ നമുക്ക് എന്തില്ല ഒരു മടുപ്പ് നമുക്ക് തോന്നാറില്ല. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ ആയത്തിന്റെ പ്രത്യേകതയാണ്, അതിന്റെ വശ്യതയാണ്. നമുക്ക് മടുക്കുന്നു എന്ന് തോന്നിയാലും വിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ നമുക്ക് മടുക്കൂല. എന്നാൽ ചില ആളുകൾക്ക് ഖുർആനിന്റെ ആയത്തുകൾ അവരുടെ ജീവിതത്തിൽ യാതൊരു സ്വാധീനവും ചെലുത്താത്ത അവസ്ഥയുണ്ട്. അവര് വളരെ കുറച്ച് മാത്രമേ അള്ളാഹുവിനെ ഓർക്കൂ. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ജില്ലയിൽ നിന്ന് തന്നെ ഒരു ചെറുപ്പക്കാരനെ മയക്കുമരുന്നുമായി പിടിച്ചത് 3 കോടി രൂപയുടെ മയക്കുമരുന്നാണ് അവന്റെ കയ്യിൽ. ഞാനിത് ഇവിടെ പറയുന്നത് നമ്മുടെ സമുദായത്തിലെ ഒരു മെമ്പറാണ് അവൻ. നിസ്കരിക്കുന്നോ, നോമ്പ് നോക്കുന്നോ, ഷഹാദത്ത് അനുസരിച്ച് ജീവിക്കുന്നോ എന്നുള്ളതൊക്കെ അത് മാറ്റിവെക്കുന്നു. പേരിന് പത്രമാധ്യമങ്ങളും മീഡിയകളും വിശുദ്ധ റമദാനിൽ പോലും അത് ലോകത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുമ്പോൾ മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, നമ്മളും കൂടിയാണ് അപമാനിക്കപ്പെടുന്നത്. 3 കോടി. കുറെ ആളുകൾ പിന്നീട് പറയാണ് ഞങ്ങളുടെ മക്കളെ വൈതെറ്റിച്ചതും അവനാണ്, ഞങ്ങളുടെ പ്രദേശം ഇങ്ങനെയാക്കിയതും അവനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളാണ് പിന്നീട് വരുന്നത്. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് ഇങ്ങനത്തെയുള്ള വലിയ വലിയ ലോബികളാണ് ഇന്ന് സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അവിടെ നമ്മുടെ ചെറുപ്പക്കാരെ, നമ്മുടെ വിദ്യാർത്ഥികളെ നല്ല രൂപത്തിലുള്ള ബോധവൽക്കരണം നൽകിയിട്ടില്ലെങ്കിൽ അവരെവിടെയെങ്കിലുമൊക്കെ എത്തിപ്പോകും. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ ബിസിനസ് നടത്തുന്ന ഒരു KMCCയുടെ ഒരു യുവാവുമായി ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിക്കാൻ എൻ്റെ ഒരു ആശങ്ക ഞാൻ ഇങ്ങനെ പങ്കുവെച്ചതാണ്. ഇപ്പൊ ബാംഗ്ലൂരിലൊക്കെ കുറെ കുട്ടികളൊക്കെ വഴിയേറ്റി പോകുന്നുണ്ടല്ലോ, അവരൊക്കെ ഈ മയക്കുമരുന്ന് ലോബികളാവുന്നുണ്ടല്ലോ, ബാംഗ്ലൂരിന്റെ കുഴപ്പമാണെന്ന് കുറിച്ച്. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് വർഷമായി ഫാമിലിയായിട്ട് ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. എന്റെ മക്കൾ, എന്റെ സുഹൃത്തുക്കളുടെ മക്കളൊക്കെ അവിടെയാണ് അവർ പ്രൈമറി വിദ്യാഭ്യാസം വരെ അവരവിടെ നിന്നാണ് നേടിയത്. അപ്പൊ ഒരുപാട് കുട്ടികൾ, നല്ല കുട്ടികൾ അവിടെയുണ്ട്. ബാംഗ്ലൂരിൽ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ കുറെ നല്ല സംസ്കാരത്തോടുകൂടി ജീവിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഇവിടുന്ന് മലബാറിൽ നിന്ന്, പ്രത്യേകിച്ച് കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ നിന്ന് വരുന്ന ചില കുട്ടികൾ അവർ പഠിക്കാനാണ്, കോഴ്സിനാണ് വരുന്നതെങ്കിലും അവരുടെ മനസ്സിലുള്ള നിയ്യത്ത് വേറെയാണ്. അവർക്ക് അവിടെ പോയി ഒരു പ്രൈവസി ലഭിക്കുകയും അവർക്ക് ഇത്തരം മോശമായ കാര്യങ്ങൾ ചെയ്യാൻ അവസരം ലഭിക്കുകയും അവർ അല്ലാഹുവിനെ മറന്ന് അവരുടെ ജീവിതം നയിക്കുകയും ചെയ്യുമ്പോൾ മുഴുവൻ സമൂഹത്തെയുമാണ് ഇതിനു വേണ്ടി ചാപ്പ കുത്തപ്പെടുന്നത്. അപ്പൊ എല്ലാവരും മോശക്കാരാണെന്ന് നമ്മൾ ധരിക്കരുത്. എല്ലാവരും മോശക്കാരല്ല. അപ്പൊ അവിടെയാണ് നമ്മൾ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ
ഒരു കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ നിയ്യത്ത് ശരിയാവണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ഹദീസിന്റെ ബാബുകളിൽ ഒന്നാമതായി എഴുതി രേഖപ്പെടുത്തിയ ഹദീസ് എന്ന് പറയുന്നത്, റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് ലികുല്ലി ഇംറിൻ മാ നവ. ഒരു മനുഷ്യന്റെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുന്നത് അവന്റെ നിയ്യത്ത് പോലെയാണ്. പിന്നെയാണ് അതിന്റെ ഫിസിക്കലി ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ നമസ്കരിക്കാൻ വരുന്നു, ജനങ്ങൾ കാണാനാണെങ്കിൽ ആ കാഴ്ച അല്ലാഹു നൽകും. നേരെ മറിച്ച് അത് ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ മുനാജാത്ത് നടത്താനാണ് ഞാൻ പള്ളിയിലേക്ക് പോകുന്നത് എന്നുള്ള നിയ്യത്തോടു കൂടിയാണ് നമ്മൾ ഒന്നുമെടുത്ത് അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് വരുന്നതെങ്കിൽ തീർച്ചയായും ആ കർമ്മത്തിന് അല്ലാഹുവിന്റെ അടുത്ത് വലിയ പ്രതിഫലമാണ്. ഇന്നിപ്പോ ബഹുമാന്യനായ നമ്മുടെ പ്രസിഡന്റ് ഇസ്മായിൽ പറഞ്ഞു, 300-നടുത്ത് ആളുകൾക്ക് ഇന്ന് ഇഫ്താറിന്റെ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. നമ്മളറിയാത്ത, നമ്മളെ പരിചയമില്ലാത്ത ഒരുപാട് ആളുകൾ അതിലേക്ക് ഫണ്ട് തന്നിട്ടുണ്ടാവും. അവരുടെ ഒരേ ഒരു നിയ്യത്ത്, അവർക്കൂടെ വന്നിരുന്ന് ഇഫ്താറിൽ പങ്കെടുക്കാനും കഴിയാത്തവരുണ്ടാകാം. പക്ഷെ അവരുടെ നിയ്യത്ത് അള്ളാഹുവിന്റെ പ്രതിഫലമാണ് അവരുടെ ആഗ്രഹം. അവർക്ക് ഒരു സാമ്യം, ഒരു നോമ്പുകാരൻ അവന്റെ നോമ്പിൽ ഒട്ടും കുറയാതെ ആ നോമ്പ് തുറപ്പിച്ചവനും പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞ പ്രവാചകന്റെ ആ ഒരു പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു പുണ്യകർമ്മത്തിന് സഹോദരങ്ങളെ നമ്മളൊക്കെ പങ്കാളികളാവുന്നത്. കൂലിയിട്ടാത്ത പരിപാടിയാണെങ്കിൽ ആരോഗ്യത്തിന് നിൽക്കും. ഒരു ജോലി തന്നെ ഭൗതികപരമായ ഒരു കടയിൽ ഒരു സെയിൽസ്മാനെ നിർത്തുമ്പോൾ അല്ലെ, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ നടക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എക്സ്പെക്ടേഷൻ ആണ് ചോദിക്കുക. എത്രയാണ് നിങ്ങളുടെ സാലറി, നിങ്ങൾ എത്രയാണ് പ്രതീക്ഷിക്കുന്നത് ചോദിക്കും. അത് ദിവസക്കൂലിയാണെങ്കിലും ശമ്പളമാണെങ്കിലും ദുനിയാവിലെ ചെറിയ വിഷയങ്ങൾക്ക് പോലും ഒരു പ്രതിഫലം ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ അല്ലാഹു നമ്മളെ നിരാശപ്പെടുത്തുന്നില്ല. ഒരു കാര്യത്തിലും അല്ലാഹു നിരാശപ്പെടുത്തുന്നില്ല. ഒരു പള്ളിയുടെ ഒരു പൊടിയെങ്കിലും എടുത്തു കളഞ്ഞാൽ പോലും അതിന് പോലും പ്രതിഫലം എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികളാണ് നമ്മൾ. ഒരു പുഞ്ചിരി സദക്കയാണെന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികളാണ്. അപ്പൊ നമുക്ക് ജീവിതത്തിൽ ഏത് മേഖലയിലാണ് നഷ്ടമുള്ളത്? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിരാശ എന്ന് പറയുന്ന ഒരു രംഗമില്ല ഒരിക്കലും. ഇപ്പൊ പല ആളുകൾ ഇപ്പൊ നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഡിപ്രഷനാണ്. എല്ലാവർക്കും മാനസിക പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ. സാധാരണയുള്ള മാനസിക രോഗം എന്ന് പറഞ്ഞാൽ അത് വേറെ രൂപത്തിൽ വരുന്ന രോഗം പോലെയുള്ളതല്ല. നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സാമ്പത്തിക അച്ചടക്കവും ഇല്ലാതെ ചെയ്ത കച്ചവടങ്ങൾ, ഒരു സാമ്പത്തിക അച്ചടക്കവും ഇല്ലാതെ ചെയ്ത കുടുംബത്തിലെ ചില കാര്യങ്ങൾ, ഒരു തരത്തിലുള്ള ശ്രദ്ധയുമില്ലാതെ ചെയ്ത ചില കാര്യങ്ങളിൽ വല്ലാതെ ടെൻഷൻ അടിച്ച് പിന്നെ ഡിപ്രഷനായി പിന്നെ മരുന്ന് കഴിച്ച് നിത്യരോഗികളായി മാറുന്ന അവസ്ഥയിലേക്ക് ഒരു മുസ്ലിം വരാൻ പാടില്ല. കാരണം എന്താണ്? മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ സംതൃപ്തി ഉണ്ടാവണം. ഇപ്പോൾ നൽകിയ വീട്, ഇപ്പോൾ അല്ലാഹു നൽകിയ മക്കൾ, ഇപ്പോൾ അല്ലാഹു നൽകിയ ആരോഗ്യം, നമുക്കുള്ള കച്ചവടം, നമുക്കുള്ള ജോലി, അത് ചെറിയ ശമ്പളമാണെങ്കിലും ചെറിയൊരു കൂലിയാണെങ്കിലും ചെറിയൊരു തട്ടുകടയാണെങ്കിലും അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ സഹോദരങ്ങളെ കഴിയണം. അവിടെയാണ് നമുക്ക് സംതൃപ്തി ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഈമാൻ ഒരുമിച്ച് പോകുമ്പോൾ വളരെ കുറച്ചു മാത്രം അല്ലാഹുവിനെ ഓർക്കുകയും അതുപോലെ തന്നെ കൂടുതലും ഭൗതികപരമായ കാര്യങ്ങളിൽ ഇടപഴകുകയും ചെയ്യുമ്പോൾ മനുഷ്യന്റെ മനസ്സിനെ കൽഹിജാറ അല്ലാഹു കല്ല് പോലെയാക്കും. അത് പിന്നെ പാറ അല്ലെ, വലിയ ഹാമർ എടുത്ത് അടിച്ച് പൊട്ടിച്ചാലും അത് പൊട്ടൂല. ആ രൂപത്തിലുള്ള ഉറപ്പുള്ള രീതിയിലേക്ക് ആക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. പിന്നെ ചില ആളുകളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ പറയാനുള്ളതാണ്. അപ്പൊ ഞാൻ ഈ പറയുന്നതിനേക്കാൾ കൂലി കേൾക്കുന്നതിനേക്കാണ്. കാരണം എന്താ? ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ തന്നെ പറയുന്നത് ഏറ്റവും വലിയ ഒരു ലീഡറുടെ, ഒരു നേതാവിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കേൾക്കുക എന്നുള്ളതാണ്. തന്റെ ചുറ്റുമുള്ള ആളുകളെ, അനുയായികളെ കേൾക്കാനുള്ള ഒരു മനസ്സുള്ളവന് നല്ലൊരു ലീഡറാവാൻ കഴിയും. അത് മാതൃക കാണിച്ചു തന്നത് മഹാനായ മുത്തു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകനെ അന്വേഷിച്ച് മദീനയിലെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന്, യമനിൽ നിന്നും സിറിയയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ ക്രൈസ്തവരുണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ ക്രൈസ്തവ നേതാക്കന്മാരുണ്ടായിരുന്നു, ജൂത സമൂഹത്തിലെ ഗോത്ര തലവന്മാരുണ്ടായിരുന്നു. എല്ലാവരെയും പ്രവാചകൻ അവർ ജൂതനാണ്, ക്രൈസ്തവരാണ്, അല്ലെങ്കിൽ ഇസ്ലാം മുസ്ലിമീങ്ങൾ അല്ലാത്തവരാണെന്ന് പറഞ്ഞ് പ്രവാചകൻ അവരെ അവഗണിച്ചു വിട്ടിട്ടില്ല. പ്രവാചകനെ അവരെ കേൾക്കുമായിരുന്നു. കാരണം ഒരു നേതാവിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ്. ആ കേൾവിയുടെ കാര്യത്തിലാണ് സഹാബികൾ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് സമിഅനാ വഅതഅനാ, പ്രവാചകനെ നിങ്ങൾ പറയുന്നതൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ഞങ്ങൾ കേൾക്കുന്നവർ മാത്രമല്ല, ഞങ്ങൾ താഴത്തുള്ള ആളുകളുമാണ്. താഴത്ത് എന്ന് പറഞ്ഞ അനുസരണം, ഒരു അനുസരണമുള്ള സമുദായം, ഒരു നേതാവിന്റെ കീഴിൽ അണിനിരന്ന് അനുസരണയുള്ള ഒരു സമുദായം. ഇപ്പോ മസ്ജിദുൽ ഹറമിലെ ഹറം മന്ത്രാലയം ഈ 4 ദിവസം കൊണ്ട് പുറത്തുവിട്ട കണക്ക് 1,30,00,000 ആളുകളാണ് വിശുദ്ധ ഹറമിൽ 5 ദിവസം കൊണ്ട്, റമദാനിലെ ആദ്യത്തെ 5 ദിവസം വിശുദ്ധമായ കഅബയെ തവാഫ് ചെയ്ത് ഉംറ ചെയ്ത് തിരിച്ചുപോയി. ആലോചിച്ചു, അവിടുത്തെ സൽമാൻ രാജാവ് വിളിച്ചതാണ്. മുഹമ്മദ് ബിൻ സൽമാൻ വിളിച്ചതൊന്നും ആരും വിളിച്ചല്ല. അല്ലാഹുവിന്റെ അതിഥികളായി ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക എന്ന് പറഞ്ഞ് ആ തൽബിയത്തിന്റെ ആപ്തവാക്യം ഉച്ചരിച്ച് വലിയ പ്രഖ്യാപനം നടത്തി, തൗഹീദിന്റെ വലിയ പ്രഖ്യാപനം നടത്തി, വിശുദ്ധമായ കഅബയെ ലക്ഷ്യമാക്കി 200-ലേറെ രാജ്യങ്ങളിലുള്ള സഹോദരന്മാരാണ് കഴിഞ്ഞ ദിവസം ഈ റമദാനിൽ ഉംറ നിർവഹിച്ചത്. അല്ലാഹു എല്ലാവരുടെയും ഉംറയും മറ്റു കർമ്മങ്ങളുമെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുക അല്ലാഹുവിനോട്. നമുക്കൊക്കെ പല സന്ദർഭങ്ങളിലായി പോയി ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകളാണ്. ഇപ്പം ആ യാത്രക്ക് പോലും പ്രയാസം വരുന്ന രൂപത്തിൽ, നമ്മുടെ തീർത്ഥാടനത്തിന് പോലും പ്രയാസം വരുന്ന രൂപത്തിലാണ് ഇന്നത്തെ ഗൾഫ് രാജ്യങ്ങളിലെ, പ്രത്യേകിച്ച് സൗദി അറേബ്യ അടക്കമുള്ള കുവൈത്ത്, ബഹ്റൈൻ, ദുബൈ, അതുപോലെ തന്നെ ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളുടെ അവസ്ഥ. ഇന്നലെ കരിപ്പൂർ എയർപോർട്ടിൽ കുറച്ച് ആളുകൾ, ഒരു സംഘം ഉംറക്ക് പോയി. അവരുടെ ഫ്ലൈറ്റ് ജിദ്ദയിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അവർ തിരിച്ചു പോകുന്നു. അവർ കയറിയില്ല ഫ്ലൈറ്റിൽ, അവർ പോയില്ല. ഭയപ്പെട്ടിട്ട് അവർ പോയില്ല. അപ്പൊ ഒരു മനുഷ്യന് ഇബാദത്ത് ചെയ്യാൻ നിർഭയത്വം വളരെ അനിവാര്യമാണ്. സമാധാനം അനിവാര്യമാണ്. നമുക്കറിയാം ഹുദൈബിയ സന്ധി, നമ്മൾ കേട്ടതാണ്. ഹുദൈബിയ സന്ധി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പോയി ഉംറ ചെയ്യാൻ വേണ്ടി പ്രവാചകൻ സ്വപ്നം കാണുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാണ്ട് 1300-നടുത്തുള്ള സഹാബകളുടെ സംഘവുമായി പ്രവാചകൻ മക്കയെ ലക്ഷ്യമാക്കി വരികയാണ്. മക്കയുടെ അടുത്ത് ഏതാണ്ട് 22 കിലോമീറ്റർ ദൂരമാണ് മസ്ജിദുൽ ഹറമിൽ നിന്ന് ഹുദൈബിയയിലേക്ക്. അവിടെ വെച്ച് ഹുദൈബിയയിൽ വെച്ച് പ്രവാചകനെ തടയുകയാണ്. പോകാൻ പറ്റൂല, നിങ്ങൾ അങ്ങനെ പോയാൽ ശരിയാവൂല, നിങ്ങൾ ഉംറ ചെയ്യാനൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് മക്കയിലെ മുശ്രിക്കുകൾ തടയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്നീട് പറയുന്നു, നമുക്കൊരു കരാറിൽ ഏർപ്പെടാം എന്ന് പറയുന്നു, അല്ലെ? ഒരു വിട്ടുവീഴ്ച, ഒരു കരാർ. ആ കരാറിൽ ആദ്യമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതണമെന്ന് പറഞ്ഞപ്പോൾ മുശ്രിക്കുകൾ ആദ്യം തന്നെ പറഞ്ഞെന്നറിയോ? നിങ്ങളെ വിശ്വസിക്കുന്ന റഹ്മാനും റഹീമുമായ പടച്ചോനെ ഞങ്ങൾക്ക് വിശ്വാസമില്ല. അല്ലാഹു പറഞ്ഞ ഈ ഒരു കോൺസെപ്റ്റിലേക്ക് വിശ്വാസമുണ്ട്. പക്ഷെ ആ പടച്ചവൻ റഹ്മാനും റഹീമുമായ പടച്ചവനാണെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. ബിസ്മില്ലാ എന്ന് വേണം എഴുതിക്കോ പറഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതാൻ പാടില്ല. അപ്പൊ പറഞ്ഞതിന്റെ കൈയൊക്കെ ഇങ്ങനെ ധരിക്കുന്നുണ്ട്. കാരണം ഇടക്കിടക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നബിയോട്, പ്രവാചകരെ, അല്ലാഹുവിന്റെ റസൂലേ, നമ്മളൊന്ന് ശക്തി കുറഞ്ഞവരാണോ, നമ്മൾ ബലഹീനനാണോ പ്രവാചകരെ എന്ന് ചോദിക്കുന്നുണ്ട്. അടങ്ങുമറേ എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷമയുടെ ബാലപാഠം മുസ്ലിം ഉമ്മത്തിനെ, സഹാബത്തിനെ പഠിപ്പിക്കുന്ന രംഗമുണ്ട് ഹുദൈബിയയിൽ. പിന്നീട് പ്രവാചകൻ എഴുതാൻ പോകുന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പൊ പറയുന്നു, എഴുതണ്ട, അങ്ങനെ ഒരു റസൂലിനെ ഞങ്ങൾക്ക് പരിചയമില്ല. നിങ്ങൾ എഴുതിക്കോ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ്, അബ്ദുല്ലാഹിന്റെ മകൻ മുഹമ്മദിനെ ഞങ്ങൾക്ക് മക്കക്കാർക്ക് പരിചയമുണ്ട്, അത് വേണമെങ്കിൽ എഴുതാം, മുഹമ്മദ് റസൂലുള്ളാഹി എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതും അംഗീകരിച്ചു. ഒന്നാമത് അംഗീകരിച്ചു ബിസ്മില്ലാഹ് എന്നുള്ള, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ബിസ്മില്ലാഹ് എന്ന് എഴുതാൻ അംഗീകരിച്ചു. രണ്ടാമത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എഴുതുന്ന സ്ഥലത്ത് മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് എന്ന് എഴുതാൻ പ്രവാചകൻ സമ്മതിച്ചു. ഇങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്തു നോക്കുമ്പോൾ ഹുദൈബിയ സന്ധി ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നോക്കുകയായിരിക്കും, നമ്മുടെ പ്രവാചകനും സഹാബികളും എത്ര ഭീരുക്കളായി പോയോ, എന്താ റസൂലുള്ളാഹി ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ നമ്മൾ ആലോചിച്ചു പോകും. അങ്ങനെ ആലോചിച്ചു. പിന്നെന്താ പറഞ്ഞത്? മദീനയിലേക്ക് മക്ക വിട്ട് ഒരാൾ വരികയാണെങ്കിൽ ആ മദീനയിലെത്തിയ മനുഷ്യനെ നിങ്ങൾ എന്ത് ചെയ്യണം? തിരിച്ചിങ്ങോട്ട് പറഞ്ഞേക്കണം. അതാണ് നമ്മുടെ ഒന്നാമത്തെ നിയമം. ഇനി ആരെങ്കിലും മുസ്ലിമീങ്ങളായതിനു ശേഷം മക്കയിൽ വന്നാൽ അവരെ ഞങ്ങൾ തിരിച്ചു വിടൂല
ഇതും ഇസ്ലാമിനെതിരെ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് യാതൊരു അനുകൂലമല്ലാതെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അത് വായിച്ചിങ്ങനെ വരുമ്പോൾ ഹുദൈബിയ സന്ധി എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി എതിരായൊരു സുൽഹുൽ ഹുദൈബിയ ആയിട്ട് നമുക്ക് തോന്നും. പക്ഷേ സഹോദരങ്ങളെ,